പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ഓപ്ഷണൽ മൊഡ്യൂൾ 1 വരുന്ന ന്യൂ സിലബസ് അനുസരിച്ചുള്ള 30ാമത്തെ ചാപ്റ്ററാണ്. ഇയർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രാചീന രാഷ്ട്രങ്ങളെ കുറിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രം നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% ഒഴിവാക്കി. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളാണ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ 1 ഉണ്ട്, 2 ഉണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ വരുന്ന ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ, ഒന്നില്ലെങ്കിൽ 1 വരുന്ന അല്ലെങ്കിൽ 2 നമ്മൾ 2 ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അത് ഇതിൽ നമുക്ക് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് 4 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മഹാജനപദാസ് ആൻഡ് മൊണാർക്കിക്കൽ മഹാജനപദാസ് എന്ന് പറയുന്നത്. എന്താണ് പ്രജാധിപത്യപരമായ മഹാജനപദങ്ങളും ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഏകാധിപത്യപരമായ മഹാജനപദമാണ്. ഈ സംവിധാനത്തിൽ രാജാവ് അഥവാ കുലാധിപതനായിരുന്നു രാജാതിർത്തിയുടെ തലവൻ. ഈ സംവിധാനത്തിൽ വേദകർമ്മങ്ങൾക്കും ബ്രാഹ്മണങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. രാജാവ് മതപരമായ പല യാഗങ്ങളും നടത്തിയിരുന്നു. മഹാജനപദങ്ങളിൽ രണ്ടാമത്തെ വിഭാഗമായിരുന്നു പ്രജാധിപത്യപരമായ മഹാജനപദ. ഇവ ഏകാധിപത്യപരമായ മഹാജനപദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ വിഭാഗങ്ങളിൽ രാജാവ്, രാജാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു. സഭ എന്ന് വിളിക്കുന്ന പ്രത്യേക അസംബ്ലി ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. സഭയിൽ അതിലെ അംഗങ്ങളും ഓരോ കാര്യങ്ങളെ കുറിച്ചും ചർച്ചകൾ നടത്തുകയും വോട്ടിംഗ് ഇടുകയും മറ്റും ചെയ്തിരുന്നു. ഇത്തരം അസംബ്ലികളിൽ 7707ഓളം രാജാസ് വരെ ഉണ്ടായിരുന്നു. ഈ രാജാസിന് പ്രത്യേക കൃഷി ഭൂമികൾ ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമികളിൽ തൊഴിലാളികൾ ഉപയോഗിച്ച് അവർ കൃഷി നടത്തിയിരുന്നു. ഈ രണ്ടാമത്തെ വിഭാഗം ജനപദങ്ങൾ വേദയാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി റൈസ് ഓഫ് മഗധ ആൻഡ് മൗര്യാസ് ആണ്. മഗധയുടെയും മൗര്യന്മാരുടെയും ഉയർച്ച വിരിക്കുക. ചന്ദ്രഗുപ്ത മൗര്യന്റെ കീഴിൽ മഗധയിൽ വ്യത്യസ്തപരമായ ഒരു സാമ്രാജ്യം BC 4ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു. ഞന്തന്മാരെ പുറത്താക്കിയാണ് മൗര്യന്മാർ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലെത്തുന്നത്. കൗടില്യൻ എന്നൊരു ബ്രാഹ്മണന്റെ സഹായത്തോടെയാണ് ചന്ദ്രഗുപ്തൻ അധികാരം പിടിച്ചെടുത്തത്. സിംഹാസനം പിടിച്ചെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിനും കൗടില്യം ചന്ദ്രഗുപ്തന്റെ സഹായവും വഴികാട്ടിയുമായിരുന്നു. കൗടില്യന്റെ സഹായത്തോടെ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് ചന്ദ്രഗുപ്തൻ നന്ദവംശത്തിലെ അവസാനത്തെ രാജാവ് ധനനന്ദന്റെ ക്രൂരഭരണം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ പാട്ടലിപുത്ര പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ചന്ദ്രഗുപ്തൻ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് നീങ്ങുകയും അലക്സാണ്ടർ അവശേഷിച്ചു പോകുന്ന ഗ്രീക്ക് സൈന്യത്തെ നിഷേധം തുടച്ചു മാറ്റുകയും ചെയ്തു. ധനനന്ദന്റെ ജനപിന്തുണയില്ലായ്മ, ചാണക്യത്തിന്റെ നേതൃത്വ ചന്ദ്രഗുപ്തന്റെ യുദ്ധവൈദികം ഇവയെല്ലാം മൗര്യ വിജയത്തിന്റെ കാരണമായി. ഇതിൽ മൂന്നാമത്തെ ചോദ്യമാണ് ഹൗ ഡിഡ് ദി ഗുപ്ത സ്റ്റേറ്റ് എക്സ്പാൻഡ്? എപ്രകാരമാണ് ഗുപ്ത സാമ്രാജ്യം വികാസം പ്രാപിച്ചത്? ഗുപ്ത സാമ്രാജ്യ വിസ്തൃതി മൗര്യന്മാരോളം വന്നില്ലെങ്കിലും ഏതാണ്ട് പകുതിയോളം വടക്കു ഭാഗം ഉപഭൂഖണ്ഡത്തിന്റെ കേന്ദ്രഭാഗങ്ങളും വളരെ ഉപഭൂഖണ്ഡത്തിന്റെ കേന്ദ്രഭാഗം വരെ ഗുപ്ത സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. ഭരണ സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദു രാജാവ് തന്നെയായിരുന്നു. സിവിൽ ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെ തലവൻ രാജാവായിരുന്നു. എന്നാൽ അതേസമയം അവർ അനിയന്ത്രിതമായ സ്വേച്ഛാധിപതികളായിരുന്നില്ല. മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ മുതിർന്നവരുമായി അദ്ദേഹം അധികാരം പങ്കിട്ടിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മഹാരാജ രാജ എന്ന സ്ഥാനപദവി സ്വീകരിച്ചു. ലിച്ചാവി രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ച ഇതുവഴി മഗധി ഗുപ്തന്മാരുടെ അധീനതയിൽ കൊണ്ടുവന്നെന്ന് കരുതപ്പെടുന്നു. പ്രയോഗ ഗുപ്തന്മാരുടെ കീഴിലാണ് ചന്ദ്രഗുപ്തന്മാരുടെ യുഗം ആരംഭിക്കുന്നത്. 320 BC ചന്ദ്രഗുപ്തൻ 330 BC സമുദ്രഗുപ്തനെ തന്റെ പിൻഗാമിയായി ആലോചിച്ചു. അലഹാബാദ്
ലിഖിതമാണ് സമുദ്രഗുപ്തന്റെ നേട്ടങ്ങളെ കുറിച്ച് ആധികാരികപരമായ വിവരങ്ങൾ നൽകുന്നു. ഗുപ്താധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുന്നതിനും സമുദ്രഗുപ്തർ ആക്രമണ പരമ്പര തന്നെ സംഘടിപ്പിച്ചു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അദ്ദേഹം ഡക്കാനിലെയും ദക്ഷിണേന്ത്യയിലും 12 രാജാക്കന്മാരെ തോൽപ്പിച്ചു. മധ്യേന്ത്യയിലെ 18 രാജ്യങ്ങളെയും സമുദ്രഗുപ്തൻ കീഴടക്കി. അതിർത്തി സംസ്ഥാനങ്ങളും സമുദ്രഗുപ്തന്റെ കീഴിൽ കൊണ്ടുവന്നു. വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. BC 380 ചന്ദ്രഗുപ്തന്റെ രണ്ടാമൻ അധികാരത്തെ നിയമിച്ചു. ചന്ദ്രഗുപ്ത രണ്ടാമൻ ആക്രമണങ്ങളുടെയും വിവാഹബന്ധങ്ങളിലൂടെയും തന്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിച്ചു. ബംഗാൾ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചെറിയ റിപ്പബ്ലിക്കുകളെയും കീഴടക്കിയ ശേഷം ചന്ദ്രഗുപ്തൻ ശാകന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് ശാകന്മാരുടെ പ്രദേശങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ചന്ദ്രഗുപ്ത വിക്രമാധിപത്യൻ തന്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു. കലയെയും സാഹിത്യത്തെയും അദ്ദേഹം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്ത് ചൈനീസ് സഞ്ചാരി ഫാഹിയൻ ഇന്ത്യ സന്ദർശിച്ചു. ഈ 4ാമത്തെ ചോദ്യം, അസസ് ദി എവല്യൂഷൻ ഓഫ് ചോള അഡ്മിനിസ്ട്രേഷൻ. ചോള സാമ്രാജ്യത്തിന്റെ പരിണാമം വിലയിരുത്താനാണ്. ചോളന്മാരെയാണ് ദക്ഷിണേന്ത്യ മുഴുവനെയും ഒരൊറ്റ സാമ്രാജ്യത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യ രാജവംശം. ഒരു പരിധിവരെ അവർ ഈ പരിശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇവരുടെ ഗവൺമെന്റ് സംവിധാനത്തെയും നടപടിക്രമങ്ങളെയും ആധുനിക കാല ഗവൺമെന്റുകളുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ലെങ്കിലും ചോള സാമ്രാജ്യത്തിന്റെ ചരിത്രം സമൃദ്ധിയുടെയും സന്തുഷ്ടിയുടെയും ചരിത്രമാണ്. ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റും ജനങ്ങളും വളരെ നേട്ടങ്ങൾ നെയ്തു. രാജാവ് പരമാധികാരിയും ഔദാര്യമുള്ള സ്വേച്ഛാധിപതിയുമായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ രാജാവിന് അധികാരമുണ്ടായിരുന്നു. ക്ഷേത്രഭിത്തികളിലെ കൊത്തുലിഖിതങ്ങളിൽ രാജാക്കന്മാരുടെ ഉത്തരവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവിന്റെ വാചികമായ ഉത്തരവുകൾ തത്സമയം തന്നെ താടിയോലകളിൽ രേഖപ്പെടുത്തി വെക്കാൻ ചുമതലകൾ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ കൗൺസിലും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകുന്നതിന്റെ വ്യക്തമായ തെളിവ് ലഭ്യമല്ല. എങ്കിലും മന്ത്രിമാരുടെ പേര് ലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. ശക്തമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം രാജാവിനെ സഹായിക്കുന്നതിനും രാജാവിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനും ഉണ്ടായിരുന്നതായി കണക്കാക്കാം. രാജാവിന്റെ പോളിസികളുടെയും ഉത്തരവുകളുടെയും ന്യായയുക്തി അദ്ദേഹത്തിന്റെ നന്മയെയും ധർമ്മത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും ആശ്രയിച്ചിരുന്നു. പ്രാചീന സമൂഹങ്ങൾ പൊതുസുരക്ഷ മാത്രമേ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചോളന്മാരുടെ ഉദ്യോഗസ്ഥ വൃന്ദ സംവിധാനം സമകാലീന സംവിധാനത്തിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും ശക്തമായ സംഘാടക ഒരു പ്രാധാന്യ വ്യത്യാസമായിരുന്നു. കേന്ദ്ര അധികാരവും പ്രാദേശിക സ്വാതന്ത്ര്യം തമ്മിൽ സൂക്ഷ്മമായ ഒരു ബാലൻസ് നിർത്താൻ സാധിച്ചു. പ്രാദേശിക ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെട്ടിരുന്നില്ല എന്നത് ഒരു പ്രധാന സവിശേഷതയായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദ സംവിധാനത്തിൽ കൃത്യമായ അധികാര ശ്രേണി പുലർത്തിയിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കാലാവധി രാജപ്രീതിയെ ആശ്രയിച്ചിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഈ ഒരു പ്രധാന ഉദ്യോഗസ്ഥ വിഭാഗമായി അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിതിൽ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ആവശ്യം വരുന്നില്ല. എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിലാണ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്റ്റിന്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.